102 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തിയതോടെ മുഖ്യമന്ത്രി ആരാകണം എന്ന അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ്. ഇതിനു പുറമെ ഇപ്പോൾ UDFനുള്ളിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള തിരക്കിട്ട ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെക്കുറിച്ച് ഏകദേശ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്ന് N ഷംസുദ്ദീനായിരിക്കും ലീഗിന്റെ മന്ത്രി. ഇനി കോൺഗ്രസിൽ നിന്ന് ആരെല്ലാം എന്നതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അക്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് ആരാകും മന്ത്രിപദത്തിലെത്തുക എന്ന ചർച്ചകളും സജീവമാണ്. തൃത്താല മണ്ഡലം MLA VT ബൽറാം, കോങ്ങാട് MLA KA തുളസി എന്നിവരുടെ പേരുകളാണ് ജില്ലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. MLA ആയിക്കൊണ്ടുള്ള VT ബൽറാമിന്റെ മൂന്നാം ഊഴമാണിതെങ്കിൽ KA തുളസിയുടെ നിയമസഭാംഗമായുള്ള ആദ്യ ചുവടുവെപ്പാണിത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ VT ബൽറാമിനേക്കാൾ പരിചയസമ്പന്നയാണ് എന്നുള്ളത് KA തുളസിക്ക് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നവരുടെ പട്ടികയിൽ മുൻഗണനയിലുള്ള MLA കൂടിയാണ് KA തുളസി. തൃത്താലയിൽ നിന്ന് 3ാം തവണ നിയമസഭയിലേക്ക് എത്തുന്നു എന്നത് VT ബൽറാമിന്റെ പരിഗണന വർദ്ധിപ്പിക്കുന്നുണ്ട്. 20 വർഷങ്ങൾക്കു ശേഷം 2011 VT ബൽറാമിലൂടെ തൃത്താല UDF പിടിച്ചെടുക്കുന്നത്. ഇത്തവണ മന്ത്രി MB രാജേഷിനെ പരാജയപ്പെടുത്തിയാണ് മണ്ഡലം സ്വന്തമാക്കിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. 1.5 പതിറ്റാണ്ടിനു ശേഷം CPM കോട്ടയായ കോങ്ങാട് പിടിച്ചെടുത്താണ് KA തുളസിയും നിയമസഭയിലേക്ക് എത്തുന്നത്. സിറ്റിംഗ് MLAയും CPMന്റെ ജില്ലയിലെ പ്രമുഖ വനിതാ നേതാവ് കൂടിയായ K ശാന്തകുമാരിയെ പരാജയപ്പെടുത്തിയാണ് KA തുളസി വിജയിച്ചത്. ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരെ കോൺഗ്രസ് പരിഗണിക്കുകയാണെങ്കിൽ ഏറെക്കുറെ VT ബൽറാമും KA തുളസിയും തന്നെയായിരിക്കും മന്ത്രിപദത്തിലേക്ക് എത്തുക. ഈ കുത്തിത്തിരിപ്പുകാർ പറയണതാണോ കുടുംബിനിയിലെ ബില്ല് പറയണതാണോ സത്യം സാറൊന്ന് നോക്കിയേ. ഇക്കണ്ട സാധനങ്ങൾക്ക് ഇത്ര വില കുറവോ? നല്ല ഡിസ്കൗണ്ടും ആണോ? എടാ ഉണ്ണി, സ്മാർട്ടായിട്ടൊരു കുടുംബിനി വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ചോയ്സ് എന്തും കുടുംബിനിയായിരിക്കും. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.